എല്ലാവർക്കും നമസ്കാരം. ഷിംജിത മുസ്തഫ അണ്ണൻ എവിടെയാണ്? മുസ്തഫ അണ്ണനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ മുസ്തഫ അണ്ണൻ ഷിംജിതയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഒരു റൂമർ ഞാൻ കേൾക്കുന്നുണ്ട്. അറിയില്ല അതിന്റെ സത്യാവസ്ഥ. ഓക്കെ, വോട്ടവർ അതവിടെ നിൽക്കട്ടെ. പക്ഷെ ജയിലിലെ ഉണ്ട ഷിംജിതയ്ക്ക് ഇങ്ങോട്ട് പിടിക്കുന്നില്ല. അവിടെ മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി അണ്ണാക്കി തഴുകി കിട്ടണമെന്നുള്ള ഒരു സംഭവത്തിലോട്ടാണ് നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അറിയില്ല, ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഷിംജിത ജയിലിൽ അസ്വസ്ഥതയാണ് അനുഭവിക്കുന്നത്, ജയിലിൽ പോയപ്പോൾ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ചിരിച്ചിച്ച് ചത്ത്. ഇവളെ നരയിക്കണം, ഇവളുടെ നരയിച്ച് ഇവളുടെ നാശം കാണണമെന്ന് തന്നെയാണല്ലോ നമ്മൾ ഓരോരുത്തരും പറയുന്നത്. ആ സ്ഥിതിക്ക് ഈ പോസ്റ്റ് ഇട്ട വ്യക്തി ഇട്ടത് അയാൾക്ക് ഏതോ ഒരു റൂട്ട് വഴി അറിയാൻ പറ്റിയ കാര്യം എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ആ പോസ്റ്റ് സത്യമാണെങ്കിൽ വളരെ നല്ല കാര്യം. ഇതുപോലത്തെ കാവടി മക്കള് അനുഭവിച്ച് തീരണം. അവള് വീട്ടിൽ കിടന്നിട്ട് തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയിട്ടല്ലേ ബസ്സിൽ കയറിയിട്ട് കണ്ടവന്റെ ജീവിതവും ജീവനും വെച്ച് കളിച്ച് അവനെയും തീർത്ത് അവള് റീച്ച് ഉണ്ടാക്കാൻ പോയത്. ഇതല്ലേ ഇതിന്റെ അപ്പുറം അനുഭവിക്കണം. ഞാൻ ആ പോസ്റ്റ് ഒന്ന് കൊടുക്കാം. ജയിലിൽ ഷിംജിത കഴിക്കുന്നത് വളരെ നിരാശയോടെയാണ് ജയിൽ അധികൃതർ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്. അൽഫി ആ ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഈ പോസ്റ്റ് വന്നിട്ടുള്ളത്. ജയിലിൽ ഷിംജിത കഴിക്കുന്നത് വളരെ നിരാശയോടെയാണെന്ന് ജയിൽ അധികൃതർ. വളരെ സങ്കടത്തോടും വളരെ നിരാശയോടും വളരെ വിഷമത്തോടുമാണ് അവിടെ ഷിംജിത കഴിക്കുന്നതും എന്നാണ് പറയുന്നത് സുഹൃത്തുക്കളെ. പിന്നെ നിനക്ക് ഇനി അണ്ണാക്കി കൊണ്ട് വച്ചേരാടി, നിനക്ക് 2 ലൈവ് ഇടാനുള്ള ഒരു ഓപ്ഷനും കൂടി തരാം. ജയിലിൽ 2 ലൈവ് ഇട്ടിട്ട് ഇനി അടുത്ത് കൂടെ ഉള്ള ഏതെങ്കിലും ആൾക്കാർ കാണുമല്ലോ, ജയിലിൽ അറസ്റ്റിലായ ആൾക്കാർ, അവരുമായിട്ട് നിനക്ക് ഒരു കൊളാബിട്ട് ലൈവ് ഇടാനുള്ള അവസരം ജനങ്ങളും എല്ലാവരും കൂടിയൊക്കെ ഒരുക്കി തരാം. കടയാടികൾക്ക് ഇനി അവസരം തരാം. പലപ്പോഴും പുള്ളിക്കാർ ഭക്ഷണം പോലും കഴിക്കാൻ കൂട്ടാക്കുന്നില്ലെന്നും പറയുന്നുണ്ട്. അച്ചുടോ തക്കുടു വാവയ്ക്ക് അണ്ണാക്കിൽ ഇറങ്ങുന്നില്ലേടി, നിനക്ക് അണ്ണാക്കിൽ ഇറങ്ങുന്നില്ലേടി, അണ്ണാക്കിൽ എന്താ പിരിവെട്ടിയിരിക്കുന്നോ? ഒരുത്തന്റെ ജീവനും ജീവിതവും വെച്ച് കളിച്ചപ്പോ നിന്റെ കാവടി എവിടെയായിരുന്നു? നീ വലിയ സംഭവം പോലെ നിന്ന് കളിച്ചല്ലോ. നീ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാമാനം കൊണ്ട് അവൻ്റെ കയ്യിൽ മുട്ടിൽ തട്ടാൻ വേണ്ടി വെച്ചു കൊടുത്ത് നീ മറ്റേടുത്ത പരിപാടി കാണിച്ച് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ജയിലിൽ ഉണ്ടാ പിടിക്കണില്ല, നിനക്ക് പിടിക്കണില്ലേടി? ദൈവമേ, കൂടെ ഉള്ളത് എല്ലാം കൂടി ഇവിടെ എടുത്തിട്ട് പെരുമാറി ഇടിച്ച് നോക്കണേ. ഇതുപോലത്തെ ഒരു കാവടി മോളെ വച്ചേക്കല്ലേ, ഇടിച്ച് ബോധവാദാക്കണേ. എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതാണേ. ഫെമിനിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് മോങ്ങാതെ കൂട്ടുകാരിക്ക് കുറച്ച് ചോറ് വാരി കൊടുക്കുക. അതെ, കുറെ ഫേക്ക് ഫെമിനിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് മോങ്ങുന്നുണ്ട്. ഫെമിനിസ്റ്റുകളുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിംജിത എന്തിന് ശിക്ഷിച്ചു അവള് ഉള്ള കാര്യമല്ലേ പറഞ്ഞത്? വെറും ഫേക്ക് ഫെമിനിസ്റ്റുകൾ. ഈ ഫേക്ക് ഫെമിനിസ്റ്റുകൾ കാരണമാണ് ഇവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നത്. പെണ്ണുങ്ങൾ എന്ത് തന്തയില്ലായ്മ ചെയ്തു കഴിഞ്ഞാലും ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ഫേക്ക് ഫെമിനിസ്റ്റുകൾ വരും. ഈ ഫേക്ക് ഫെമിനിസ്റ്റുകൾ വന്നിട്ട് ഈ തന്തയില്ലായ്മ കാണിക്കുന്ന പെണ്ണുങ്ങളെ അങ്ങോട്ട് നിരന്തരം സപ്പോർട്ട് ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. നിരന്തരം സപ്പോർട്ട് ചെയ്യും. അപ്പോൾ പുറത്ത് കുറെ ആൾക്കാർ ചിലപ്പോൾ മിസ്ലീഡ് ചെയ്യപ്പെടും. അപ്പൊ അവരുടെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഈ ഫേക്ക് ഫെമിനിസ്റ്റുകൾ ഇങ്ങനെ സംസാരിക്കുന്നത് ചിലപ്പോൾ ആരെങ്കിലും വിചാരിച്ച് തെറ്റിദ്ധരിക്കപ്പെടും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഈ ഫേക്ക് ഫെമിനിസ്റ്റുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾ എന്ത് തന്തയില്ലായ്മ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യണം. പുരുഷന്മാരെ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യലും. പുരുഷന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെറുപ്പാണ്. നമുക്ക് പുരുഷന്മാരെ വേണ്ട. നമ്മൾ എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടി മാത്രമേ സംസാരിക്കൂ. പുരുഷന്മാരെപ്പോഴും നമ്മളുടെ കാലിലടിയിലായിരിക്കണം. ഇനി എങ്ങാണ്ട് നമുക്ക് ഒരു അബദ്ധം പറ്റി നമ്മുടെ കൈക്ക് ഒരു പുരുഷൻ തീർന്നാൽ കൂടി അവനാണ് തെറ്റുകാരൻ, അല്ലാണ്ട് നമ്മൾ സ്ത്രീകളല്ല തെറ്റുകാരി. ഈ ഒരു സാധനം, ഈ ഒരു നിലപാടുമാണ് ഈ ഫേക്ക് ഫെമിനിസ്റ്റുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവളുമാരെ ആദ്യം മടൽ വെട്ടി അടിക്കണം. അതാണ് ചെയ്യേണ്ടത്. എല്ലാത്തിനും വീട്ടിൽ ജോലിയും കൂലിയും ഇല്ലാണ്ട് വന്നിരുന്ന് ഏതെങ്കിലും പുതിയ സാരി എടുത്ത് ഉടുത്തോണ്ട് വന്നങ്ങ് ഇരിക്കും, 2 കണ്ണാടിയും വെച്ച് അങ്ങ് വന്ന് ഇരുന്നിട്ട് കണ ആരെയും തിരിച്ചറിഞ്ഞൂടായിരിക്കും. എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയത്തില്ല. ചുമ്മാ വായ്ത്തൊന്നോ കോതയ്ക്ക് പാട്ട് വിളിച്ച് പറയുന്ന കുറെ ഫേക്ക് ഫെമിനിസ്റ്റ് കോളികൾ. ഇതിനെയൊക്കെയാണ് ആദ്യം വെടിവെച്ചിടേണ്ടത്. ഞാൻ 24-ല് ഈ തമ്മിൽ പ്രോഗ്രാം കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ 2 എപ്പിസോഡ് അങ്ങാണ്ട് വന്ന് 2 ഫുള്ളിരുന്ന് കണ്ടു. എന്റെ പൊന്നടാവേ, സത്യം പറഞ്ഞാൽ വലിച്ചു കീറി കാലവാരി തറയടിക്കാനുള്ള കലിപ്പ് വരും. കുറെ ഫേക്ക് ഫെമിനിസ്റ്റുകൾ അതിന്റെ അകത്തിരുന്ന് തുപ്പുന്നത് കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്ക് കലിപ്പ് വരും. എന്തായാലും നമുക്ക് അതിലോട്ട് വരാം. അതിനു മുന്നേ ഷിംജിത കൊച്ചിന് അണ്ണാക്കിൽ ഇറങ്ങുന്നില്ല, ജയിലിൽ അസ്വസ്ഥതയാണ് കഴിയുന്നത്, കഴിക്കാൻ ഫുഡ് പോലും വേണ്ട, പല തവണയും കഴിക്കുന്നില്ല. എന്താടി കാവടി, നിനക്കിപ്പോ ഉറഞ്ഞു തുള്ളാൻ പറ്റുന്നില്ല, നിനക്ക് റീച്ച് വേണ്ട, നീ പാൻ ഇന്ത്യൻ അല്ലടി, ഇന്റർനാഷണൽ. നീ തീരണം, നീ ഇഞ്ചായിട്ട് തീരണം, അനുഭവിക്കണം. 14 ദിവസം കഴിഞ്ഞ് നിനക്ക് ജാമ്യം കിട്ടലും കോപ്പും കിട്ടലും നിനക്ക് ഒരു കുറഞ്ഞൊരു 10-20 വർഷമെങ്കിലും ശിക്ഷ വിധിക്കണം. നിന്റെ നല്ല കാലം അത്ര നീ അതിൻ്റെ അകത്ത് കിടന്ന് നിന്റെ കുത്തളിപ്പ് അങ്ങ് തീരണം. അതാണ് നടക്കേണ്ടത്. കൊള്ളാം. ഇനി വേറൊരു സന്തോഷ വാർത്തയും കൂടി നിങ്ങൾ കേൾക്കണം. വേറൊന്നുമല്ല,
ഈ ഷിംജിതയുടെ കൂടെ ബസ്സിൽ വേറെയും സ്ത്രീകൾ നിന്നല്ലോ. ഈ സ്ത്രീകൾക്ക് മോശം അനുഭവം ഉണ്ടായപ്പോഴാണ് ഷിംജിത രംഗത്തിറങ്ങി സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പോരാടിയെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണല്ലോ പറയുന്നത്. പക്ഷേ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ ഇവൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. ഇവള് അവരുടെയൊക്കെ ഫേസ് സമൂഹ മാധ്യമങ്ങളിലിട്ട് അവരെയും കൂടി വലിച്ചേൽപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ അവർക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ പുന്നാര മോള് അന്ന് എന്താ പറഞ്ഞ, വേറെ സ്ത്രീകൾക്ക് അവിടെ മോശം അനുഭവം ഉണ്ടായി, എന്റെ അടുത്ത് നിൽക്കുന്ന സ്ത്രീകൾക്ക് മോശം അനുഭവം ഉണ്ടായപ്പോഴാണ് ഞാൻ ക്യാമറ ഓൺ ചെയ്തത്. എടി കടയാടി മോളെ, തന്തയില്ലാത്തവളെ, നീ കണ്ടന്റ് ഉണ്ടാക്കിയാണെന്ന് ഇതിൽ പറയും ഇനി എന്ത് വേണം? അവിടെ നിന്ന സ്ത്രീകൾ അടക്കം നിനക്കെതിരെ കേസുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ എടി കടയാടി മോളെ, നീ എത്രത്തോളം നീചമാണ്, എത്രത്തോളം നികൃഷ്ട ജന്തുവാണ്. നീ ഒരു വ്യക്തിയുടെ ജീവൻ എടുത്ത താമരയാണ് നീ. താമര എന്ന് വെച്ച് കഴിഞ്ഞാൽ താമര പുണ്ട. അതിന്റെ അപ്പുറം എനിക്കൊന്നും പറയാനില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പച്ചത്തെറിയായി പോകും. കഷായം ഗ്രീഷ്മയും നീയൊക്കെ തമ്മിൽ എന്ത് വ്യത്യാസമാണ്? ഒരുത്തനെ കൊന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരുത്തനെ തീർത്തുകൊണ്ട് നിനക്കൊക്കെ റീച്ചും നിന്റെയൊക്കെ ജീവിതം സുരക്ഷിതമാക്കണം അല്ലെ? തന്തയില്ലാത്തവളുമാര് എല്ലാത്തിനെയും കൊല്ലണം. ഇനി ന്യൂസിൽ വന്നിട്ടുള്ള കൊടുക്കാം ഞാനൊന്ന്. കോഴിക്കോട്ടെ ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിത മുസ്തഫയ്ക്കെതിരെ പരാതി നൽകി സഹയാത്രിക. വീഡിയോയിലൂടെ തന്റെ മുഖം വെളിപ്പെടുത്തിയതിനാണ് പരാതി നൽകിയത്. കേസിന്റെ ഭാഗമായി അന്വേഷണം വരികയാണെങ്കിൽ എല്ലാം തുറന്നു പറയാൻ തയ്യാറെന്നും യുവതി വ്യക്തമാക്കി. അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി, ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ആ പെൺകുട്ടി എന്താണ് സംഭവിക്കുന്നത് അന്തം വിട്ട് നിൽക്കുന്ന ബാക്കിലെ ഒരു പെൺകുട്ടിയുടെ മുഖം അതിൽ വളരെ വ്യക്തമാണ്. എന്താണ് ഈ കുട്ടി കാണിക്കുന്നത് എന്ന ഒരു മനോഭാവത്തിൽ ആ കുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയാണെന്ന് തോന്നുന്നു പരാതി കൊടുത്തത്. ആ വീഡിയോ കണ്ടവർക്ക് അറിയാവുന്ന തൊട്ട് പിന്നിൽ നിൽക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയാണെന്ന് തോന്നുന്നു പരാതി കൊടുത്തത്. തന്റെ മുഖം വെളിപ്പെടുത്തി, ആ വീഡിയോയിലൂടെ തന്നെ മുഖം വെളിപ്പെടുത്തി എന്നാണ് ആ പരാതിയിൽ പറയുന്നത്. കേസിന്റെ ഭാഗം അന്വേഷണം വരാനുണ്ടെങ്കിൽ എല്ലാം തുറന്നു പറയാൻ തയ്യാറെന്ന് തോന്നുന്നു. അപ്പോൾ ആ കുട്ടിക്കും ചില കാര്യങ്ങളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എല്ലാം തുറന്നു പറയാൻ തയ്യാറാണ് എന്നുകൂടി യുവതി വ്യക്തമാക്കുന്നുണ്ട്. ഉറപ്പായും ആ തുറന്നു പറച്ചിൽ ഈ കേസ് അന്വേഷണത്തിൽ ഏറെ നിർണായകമാകും. പ്രത്യേകിച്ച് ഈ പറയുന്ന ഷിംജിത എന്ന് പറയുന്ന ആൾ അവർ കൊടുത്ത മൊഴിയിൽ ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ എന്താണ് ആ ബസ്സിൽ ഉണ്ടായത്? എന്നാൽ ബസ്സിൽ ഡ്രൈവർക്കോ കണ്ടക്ടർക്കോ അതുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും അറിയില്ല. ബസ്സിൽ എന്നാൽ ബാക്കി സഞ്ചരിച്ച യാത്രക്കാരുടെ മൊഴിയെടുക്കാനുള്ള തീരുമാനമുണ്ടെങ്കിലും ആ യാത്രക്കാർക്കും ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ അനുഭവങ്ങളുടെ കാര്യം ആരും പറയുന്നില്ല. ബസ്സിലെ CCTV കാര്യങ്ങളൊന്നും വ്യക്തമല്ല. അപ്പോൾ സ്വാഭാവികമായും കേസിന്റെ ഭാഗമായി അന്വേഷണം വരികയാണെങ്കിൽ എല്ലാം തുറന്നു പറയാൻ തയ്യാർ എന്ന യുവതിയുടെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ഒപ്പം ആ യുവതിയുടെ പരാതി കമ്പുണ്ടെങ്കിൽ അന്വേഷിക്കേണ്ടതുമാണ്. പൂട്ടി മോളെ, നിന്റെ അണ്ണാക്കിൽ പിരി വീഴുന്ന രീതിയിൽ ഷിംജിത കൊച്ചെ നീ പൂട്ട് വീഴുന്നിരിക്കുകയാണ്. അതായത് ബസ്സിൽ നിന്റെ കൂടെ സഹയാത്രികയായിട്ടുണ്ടായിരുന്ന യുവതി രംഗത്ത് വന്ന് കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ തയ്യാറാണെന്നാണ് പറയുന്നത്. ആ സ്ഥിതിക്ക് നീ മൂഞ്ചി, നീ കട്ടയ്ക്കും വട്ടത്തിലും നീളത്തിലും മൂഞ്ചി. സത്യം തേഞ്ഞൊട്ടി. കാരണം നിനക്കെതിരെയുള്ള വെളിപ്പെടുത്തലാണ് ആ യുവതി നടത്താൻ പോകുന്നതെന്നാണ് പറയുന്നത്. നീ പറയുന്നതും നീ ചെയ്യുന്നതും എല്ലാം ഫേക്കാണെന്നും നീ ഒരു തന്തയില്ലാത്തവളാണെന്നും നിന്നെ വലിച്ചു കയറി ഒട്ടിച്ചതിൽ ഒരു തെറ്റുമില്ല എന്നും ആ ബസ്സിന്റെ അകത്ത് സത്യത്തിൽ നീ റീലുണ്ടാക്കിയതും കണ്ടന്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് അടക്കം തുറന്നു പറയാൻ തയ്യാറായ ഒരു യുവതി രംഗത്ത് വരികയാണ് നിന്റെ കൂടെ ഉണ്ടായിരുന്ന. നീ ആ വീഡിയോയിൽ കാണിക്കുന്ന ആ സ്ത്രീകളിൽ ഏതോ 1-2 പേരിൽ നിൽക്കുന്ന ഇതിൽ ഒരാളാണ്. നീ മൂഞ്ചി മോളെ, നീ ഇനി പുറം ലോകം കാണാൻ പാടില്ല. നിന്റെ കാര്യത്തിൽ തീരുമാനമാവണം. നിന്റെ അമ്മയുടെ റീച്ച് ഉണ്ടാക്കില്ലേ ഇതോടെ അങ്ങ് തീരണം. നീ മെമ്പറായിരുന്നെങ്കിൽ അത് നിന്റെ അങ്ങ് വീട്ടിലെ നാട്ടിൽ. പക്ഷെ നിന്നെയൊക്കെ എടുത്തു വെച്ച് സപ്പോർട്ട് ചെയ്യാനും നിന്നെയൊക്കെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറെ അപരാധി മക്കൾ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. അടിയിൽ കൂടി അറിയുന്നുണ്ട് നോമല്ല. നിന്റെയൊക്കെ നാട്ടിലുള്ളവർ തന്നെയാണ് നമ്മളോട് പറയുന്നത്. ഇതെല്ലാം നോക്കാം, നമുക്കെല്ലാം വഴിയേ അറിയാം സുഹൃത്തുക്കളെ. ഇനി ഈ ശ്രീലക്ഷ്മി അറക്കിലില്ലേ, ഇതിനെയൊക്കെ എന്തിനാണ് ആ മറ്റേ ചർച്ചയിൽ പിടിച്ച് ഇരുത്തിയിരിക്കുന്നതെന്നാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. എന്ത് ഉദ്ദേശത്തിലാണ് അതിനെ നിങ്ങൾ പിടിച്ചുകൊണ്ട് ഇരുത്തിയത് അവിടെ ചർച്ചയിൽ? അതിനെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഇങ്ങനത്തെ സാധനങ്ങൾ എന്തിനാണ് ചർച്ചയിൽ ഇരുത്തുന്നത്? എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. എന്നാലും ശ്രീലക്ഷ്മി അറക്കലിന് വേണ്ടിയിട്ട് ഒരു മറുപടിയുമായിട്ട് ഒരു ലേഡി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവർക്കെതിരെ ശ്രീലക്ഷ്മി കേസ് കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. നമുക്കൊന്ന് കണ്ടുപോകാം. നിനക്ക് ഏതോനാ ഈ പേരിട്ടിനി? ഏത് തന്തക്ക് പറക്കാത്തവനാ നിനക്ക് ഈ പേരിട്ടെ? ശ്രീലക്ഷ്മി അറക്കൽ. നിനക്ക് ഉളുപ്പുണ്ടാ? 24 ന്യൂസിൽ വന്നിട്ട് ചിലക്കാൻ വേണ്ടിയിട്ട് ഉളുപ്പും മാനുണ്ടാ? നീ എന്തറിഞ്ഞിട്ടാ ചിലക്കുന്നത്? മറ്റേ തുള്ളിച്ചിക്ക് വേണ്ടിയിട്ട് തുള്ളിച്ച് കാണിച്ച് മുട്ടിയിട്ട് ഓനെ കൊല്ലുകയും ചെയ്ത്. എന്നിട്ട് നിന്നെ പോലെ തന്നെ ഓളു ഒരേ പോലെ തന്നെ. പിന്നെ ഇനി നാളെ പിറ്റേന്ന് പറയോ അവൾ അങ്ങനെ പറഞ്ഞു ഇവൾ ഇങ്ങനെ പറഞ്ഞു. ഇനി എൻ്റെ സ്ഥലം ഓർത്ത് വെച്ച എൻ്റെ വീട് ഇരിട്ടിയാന്ന്, കണ്ണൂരാന്ന് സ്ഥലം. ഇനി എൻ്റെ പേരിൽ കേസ് കൊടുത്താലും വേണ്ടില്ല. ഇതിനു വേണ്ടിയിട്ട് കേസ് കൊടുത്താൽ എനിക്ക് ഒരു പേടിയുമില്ല. എന്തിനാ പേടിക്കേണ്ട ആവശ്യം? നിന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടാവും. ആ ഒരു അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നാല് ഇനി എന്താക്കൂ? ഇനി അപ്പാടങ്ങ് പറയുവോ അതങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുവോ? ഉളുപ്പ് വേണേ ലേശോ. ഉളുപ്പ് മാനുണ്ടെങ്കിൽ ഇനി വന്ന് കുത്തിരുന്ന് 24 ന്യൂസിൽ വന്നിട്ട് ഇങ്ങനെ ചിലക്കാൻ നോക്കൂല. മനസ്സിലായാ? ഒരു അമ്മേന്റെ വേദന ഇനി മനസ്സിലാക്കണം എന്തെന്നാന്നുള്ളത്. മനസ്സിലായില്ലേ? അയാൾ മരിച്ചുപോയി. അയാൾ ഒരു തെറ്റും ചെയ്യാതെ
ഒരു പെണ്ണ് കാരണം അയാൾ മരിച്ച്. എന്നിട്ട് മറ്റോളെ സപ്പോർട്ട് ചെയ്യുന്ന സിഞ്ചിത മുസ്തഫ എന്തെന്നേനും ഓളെ പേര്, ഓക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ നടക്കുന്നോള്. ഇനി മേലാൾക്ക് ഇനി ഇതുപോലെ വന്നിട്ട് ചലച്ചിട്ടുണ്ടെങ്കിൽ ആടെ വന്നിട്ട് നിന്നെ ചെരുപ്പ് ഞാൻ ഊരി ഇങ്ങനെ മോത്തിക്ക് അടിക്കും. ഞാൻ ഉറപ്പായ കാര്യം, അടിക്കുന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കും. ഇനി എന്ത് കേസ് വന്നാലും ജയിലിൽ പോയാലും വേണ്ടിയില്ല ഇനി വന്ന് ചലച്ചിട്ടുണ്ടെങ്കിൽ. മനസ്സിലായില്ലേ? ഇത് റീച്ചിന് വേണ്ടിയിട്ടല്ലാന്ന് മനസ്സിലാക്കിക്കോ. നിന്നെ പോലെയല്ല ഞാൻ പാട്ടുപാടിയോ അഭിനയിച്ചല്ല ഞാൻ റീച്ച് നേടുന്നത്. ഇഷ്ടമുള്ളവർ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് ഇടുക, അല്ലാത്തവർ ഇടണ്ട. അത്രയേ ഉള്ളൂ. അല്ല നിന്നെ പോലെ ഇങ്ങനെ ലിഫ്റ്റിക്കും തേച്ച് ഇങ്ങനെ വന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആ പരിപാടി നമുക്കില്ല. മനസ്സിലായില്ലേ? വെച്ച് പോണേയുള്ള നേരത്തിന് ഇനി മേലാൾക്ക് ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേ കേട്ടല്ല, സ്ത്രീകളെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അറക്കലേ വഴിയിലിട്ട് ഇടിയിട്ടാന്ന് നോക്കിക്കോ. സ്ത്രീകളെ തന്നെ നിന്നെ കല്ലുവാരി അറിയും. എന്തിന്? നീ തന്നെ പറഞ്ഞു നിന്റെ കൂടെ ഉണ്ടായിരുന്ന നിന്റെ കൂട്ടുകാർ പോലും നിന്നെ വകവച്ചില്ല, നിനക്കെതിരെയുള്ള വീഡിയോയിൽ പോയി ലൈക്ക് അടിച്ചിരിക്കുന്നെന്ന്. എന്തുകൊണ്ട്? നിന്നെയൊക്കെ പോലെയുള്ള ഒരെണ്ണത്തിനെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് കൂടെ നിർത്താൻ പറ്റത്തില്ല. നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് കൂടി നാട്ടുപേരാ, ചീഞ്ഞ കേസാണ്. നീ മുന്നേ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റിലോട്ട് ഞാനൊന്ന് വരാം, ഒന്ന് കാണും. മെൻസ് കമ്മീഷൻ ഉണ്ട്, അതുപോലെ മെൻസ് കമ്മീഷന്റെ ആവശ്യകത ഉണ്ടോ? വുമൻസ് കമ്മീഷൻ കോമഡിയാണ്. കുറച്ച് പാർട്ടിക്കാരെ പിടിച്ച് ജോലിക്ക് കൊടുക്കാനും, അല്ലാതെ ഇവിടുത്തെ വുമൻസ് കമ്മീഷൻ വെച്ചിട്ട് എന്ത് നീതിയാണ് കിട്ടുന്നത്? അപ്പം പുരുഷ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? പുരുഷന്മാരുടെ വെൽബീയിങ്ങിന് വേണ്ടിയുള്ള കമ്മീഷനാണ്. അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പീഡകർക്ക് വേണ്ടിയുള്ള യൂണിയൻ ആയിട്ടാണ് ഈ രാഹുൽ ഈശ്വറും ഇവരുടെ ടീമും അവന്മാരൊക്കെ കൂടെ കൊണ്ടു നടക്കുന്നത്. ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആൾക്കാർ റിയൽ ആയിട്ട് അനുഭവിക്കുന്ന പുരുഷന്മാർക്ക് വേണ്ടി എന്തുകൊണ്ടാണ് പറയാത്തത്? പുരുഷന്മാരുടെ മാനസികാരോഗ്യത്തിന് വേണ്ടി. ഇപ്പൊ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ അവർ ഈ പാട്രിയാർക്കിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ എത്രയോ പുരുഷന്മാർ നമ്മുടെ ഇവിടുന്ന് നമ്മുടെ കുടുംബം നോക്കേണ്ടി വരുന്നു, അതുകൊണ്ട് ഗൾഫിൽ പോകുന്നു, അവിടെ കഷ്ടപ്പെടുന്നു, ലോൺ അടയ്ക്കുന്നു, പെങ്ങളെ കെട്ടിച്ചു വിടുന്നു, സ്ത്രീധനം കൊടുക്കുന്നു. ഇതെല്ലാം ഈ പാട്രിയാർക്കിയുടെ ഒരു ഭാരം പേർന്ന പുരുഷന്മാരാണ്. അതിനുവേണ്ടി എന്താണ് ഇവർ സംസാരിക്കാത്തത്? ഈ പീഡകരായിട്ടുള്ള ആൾക്കാർ, ഈ സവാദിനെ പോലെ ആൾക്കാരെ മാലയിടാനും അതിനൊക്കെ മാത്രമായിട്ട് പുരുഷ കമ്മീഷൻ ഉയർത്തിക്കൊണ്ട് വരുന്നത് എവിടെയാണ്? അപ്പൊ അങ്ങനെയുള്ള പീഡകർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന യൂണിയനെ നമ്മൾ ചേർത്ത് നിൽക്കും. ഫെമിനിസ്റ്റ് നീയൊക്കെ പിന്നെ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? കണ്ട അപരാധി മക്കളെയല്ലേ നീയൊക്കെ നിന്റെ കമ്മീഷൻ വെച്ച് സപ്പോർട്ട് ചെയ്യുന്നത്, ഫേക്ക് ഫെമിനിസ്റ്റുകൾ. പിന്നെ നിനക്ക് എന്ത് യോഗ്യത ഉണ്ട് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ? രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആൾക്കാരാണ് ഇപ്പൊ ഇവിടെ നമ്മളെ പോലെയുള്ളവന്മാർക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നത്. കാരണം നമ്മളെ പോലെയുള്ളവന്മാർ ഏത് നിമിഷവും ഫേസ് ചെയ്യും ഇതുപോലത്തെ ഒരു കള്ളക്കേസ്, അല്ലെങ്കിൽ ഒരു കള്ള പരാതി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ്, ദിലീപിന്റെ കേസ്, ഇങ്ങനെ പല കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. ഒരു സമയത്ത് പരസ്പര ഇഷ്ടത്തോടെ സുഖം അനുഭവിച്ചിട്ട് പിന്നെ വന്നിട്ട് കേസ് വർഷങ്ങൾ കഴിയുമ്പോൾ അത് തന്തയില്ലാത്ത പരിപാടിയല്ലേ? അതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. കേട്ടെ പൊന്നുമോളുടെ പറച്ചിലേട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാം ചുമ്മാ മലിഞ്ഞ് കിടക്കണമല്ലോ. നിനക്കൊക്കെ തട്ടിക്കളിക്കാനുള്ള പാവകളാണെന്ന്. അതൊക്കെ കാലം കഴിഞ്ഞ്. ഇനി പുന്നാര മക്കളെ നിന്റെ ഒന്നും കുന്തളിപ്പോൾ നമ്മളെ നെഞ്ചത്ത് കൊണ്ട് കയറാനും പൊങ്കാലിടാനും പറ്റത്തില്ല. നീ ഏത് സാധനം എന്താ മൂട്ടി ഒരുമിച്ചിട്ട് കത്തിച്ച് പോച്ച് കയറ്റിക്കൊണ്ട് വന്നത്? എനിക്കറിയാൻ പാടില്ല. അയ്യോ. ഇനി ചർച്ചയിലോട്ട് പോവാ. ചർച്ചയിലാണ് എനിക്ക് ഇതിനെല്ലാം കാലവരെ അടിക്കാനുള്ള കലിപ്പ് വരുന്നത്. നല്ല ഒന്നാം തരം ചർച്ച കാണാം. എത്ര പെണ്ണുങ്ങൾക്ക് നീതി കിട്ടിയിട്ടുണ്ട് ഇവിടെ? എത്ര പെണ്ണുങ്ങൾക്ക് നീതിയിട്ടുണ്ട് ഇവിടെ? ഇപ്പൊ നടിയെ ആക്രമിക്കപ്പെട്ട കേസ് തന്നെ നമ്മൾ കാണുവാണ്. അതിജീവിതം സ്വന്തമായിട്ട് വന്ന് പറഞ്ഞു എനിക്ക് നീതി കിട്ടിയില്ലെന്ന്. അതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? എത്ര പെണ്ണുങ്ങൾക്ക് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് മാസം മുമ്പ് ഷൈനി എന്ന് പറയുന്ന ഒരു സ്ത്രീയും 2 പെൺമക്കളും ആത്മഹത്യ ചെയ്തു റെയിൽവേ ട്രാക്കിൽ വെച്ചിട്ട്. കാരണം എന്താ? അവരുടെ ഭർത്താവ് കാരണമുള്ള പീഡനം കാരണം. അന്നേരം ആരും പ്രതികരിച്ചില്ലെന്ന് നിന്റെ അടുത്ത് ആര് പറഞ്ഞു? സകലമാന ആണുങ്ങളുമാണ് അന്ന് ഷൈനിക്ക് വേണ്ടിയിട്ടും ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടും നീതി കിട്ടാൻ വേണ്ടിയിട്ട് പ്രതികരിച്ചിട്ടുള്ള സകലമാന വീഡിയോ ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആണുങ്ങളാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഞാൻ പൂരത്തെറി വിളിച്ചിട്ടുണ്ട്. ആ പള്ളിയിലച്ഛനെയും മറ്റവനെയും മറിച്ചവനെയും അവളുടെ ഭർത്താവിനെയും എല്ലാത്തിനും ഞാൻ പൂരത്തെറി വിളിച്ചിട്ടുണ്ട്. ഇതൊന്നും നിന്റെ കണ്ണി കാണൂലേ? കണ്ണി എന്തോ കുരുവ? ഇതൊന്നും നിന്റെ കണ്ണി കാണൂല. എടാ, നമ്മൾ ജെനുവനായിട്ട് നിൽക്കും. അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിൽക്കും, പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് നിൽക്കും. അല്ലാണ്ട് നിന്നെയൊക്കെ പോലെ ഫേക്ക് ഫെമിനിസ്റ്റ് പട്ടവും എടുത്ത് തലയിട്ടും കൊണ്ട് വന്നിരുന്ന് വായിക്ക് തോന്നിയത് കോതയ്ക്ക് പട്ട് വിളിച്ച് പറയത്തില്ല. ഷൈനിയുടെ കേസ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ആ നിലയ്ക്ക് ഞാൻ പറയുകയാണെങ്കിൽ അത്രയ്ക്ക് ആ കേസ് എനിക്കറിയാമായിരുന്നു. അന്ന് സകലമാന നാളുകളെ പച്ചത്തെറി വിളിച്ച് സംസാരിച്ചിട്ടുള്ളവനാണ് ഞാൻ. ഇതൊന്നും നീ കാണത്തില്ലല്ലേ? നിന്റെ അടുത്ത് ആരാ പറഞ്ഞു? ആര് പറഞ്ഞു അവിടെ അന്ന് ഷൈനിയെ നമ്മൾ മോശം പറഞ്ഞെന്നും ബാക്കിയുള്ളവനെയൊക്കെ സപ്പോർട്ട് ചെയ്തു? ആര് പറഞ്ഞു? എല്ലാവരും ഷൈനിയെ തന്നെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. എല്ലാവരും. ഒറ്റ വ്യക്തി പോലും മറ്റുള്ള നാറുകളെ സപ്പോർട്ട് ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ഷൈനിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ള. നീ ഇത് നൈസായിട്ട് വളച്ചൊടിച്ച് ട്രാക്ക് മാറ്റി ഇടാൻ ഈ കാണിക്കുന്ന ഉളുപ്പില്ലായ്മയ്ക്ക് നിന്നെയൊക്കെ കാലേ വാരി തൂക്കിയെടുത്ത് എറിയുടെ നേരം കഴിഞ്ഞു. സത്യം ഉളുപ്പില്ല നിനക്ക് ഇതിനെല്ലാം തിരിച്ചുവിടാനായിട്ട്. ദിലീപിന്റെ കേസ് അതും ഇതുമായിട്ടൊക്കെ തിരിച്ചുവിടാൻ. ഇത് ഈ ബസ്സിന്റെ അകത്ത് നടന്ന സംഭവം നിനക്ക് എങ്ങനെയായിട്ട് തിരിച്ചുവിടാൻ തോന്നുന്നു?
ബസ്സിന്റെ അകത്ത് ഒരു നിരപരാധി ഒരു മനുഷ്യൻ സാധാരണ യാത്രക്കാരനായിട്ട് നിന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയെ വെച്ചിട്ട് ഒരു അപരാധി മോള്, തന്തയ്ക്ക് പറക്കാത്ത ഒരു മോള് കണ്ടന്റ് ഉണ്ടാക്കിയപ്പോൾ അവളെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരാൻ നിനക്ക് എങ്ങനെ തോന്നും? ആ ബസ്സിൽ കൂടെ നിന്ന് യാത്ര ചെയ്ത ആളടക്കം ഇപ്പൊ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ നായിന്റെ മോള് ഇങ്ങനെ ചെയ്തത് കണ്ടന്റിന് വേണ്ടിയിട്ടാണെന്ന് ആവശ്യം വന്നാൽ ഞാൻ മൊഴി കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ആ സ്ത്രീ മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് നിനക്കൊക്കെ എങ്ങനെ ഉളുപ്പില്ലാതെ ഈ പുന്നാര മോളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ തോന്നുന്നു? എനിക്ക് നാണോ മാനോ ഇല്ലാണ്ട് ഇമാതിരി നാറിയ പരിപാടി കാണിക്കാണ്ട് സത്യസന്ധമായിട്ട് നിൽക്ക്. ജനുവനായിട്ട് ആണും പെണ്ണും വ്യത്യാസമില്ലാതെ നോക്കി നിൽക്കാൻ നോക്ക്. എന്തിനാണ്? എന്ത് മനുഷ്യരാടാ നീയൊക്കെ? ഗതി പിടിക്കാത്ത സാധനങ്ങൾ. ബാക്കി ഞങ്ങൾ നിൽക്കുന്നില്ല, മനസ്സിലാക്ക്. എന്തുകൊണ്ടാണ് പെണ്ണുങ്ങൾ മരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇതുപോലെ ആളുകൾക്ക് രോഷം ഉയരാത്തത്? എന്തുകൊണ്ടാണ് പെണ്ണുങ്ങൾക്ക് വേണ്ടി നിയമം ഉണ്ടാക്കിയത്? ഇവളെയൊക്കെ ആര് ഇതിൽ വിളിച്ചിരുത്തിയത്? ഇവളൊക്കെ എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഈ ചർച്ചയ്ക്കെന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തി ഇരുത്തിയത്? ഇതിനൊക്കെ വല്ല ബോധവും വിവരമുണ്ട്? അന്ന് ഷൈനിയുടെ വിഷയത്തില് ഈ ഷൈനിക്ക് ഒപ്പം തന്നെയാണ് സകലമാന ആണും പെണ്ണും എല്ലാം നിന്നിട്ടുള്ളത്. അല്ലാണ്ട് അവിടെ ആണിനെ സപ്പോർട്ട് ചെയ്ത് ഒരു മനുഷ്യനും നിന്നിട്ടില്ല. എടാ, നമ്മളെ ന്യായവും നീതി നോക്കി നിൽക്കത്തുള്ളൂ. നിനക്കൊന്നും ബോധമില്ല. ഇവളുമാരുടെയൊക്കെ നാട്ടിയാണ് കൊടുക്കേണ്ടത്. ഫെമിനിസ്റ്റുകൾ, ഫേക്ക് ഫെമിനിസ്റ്റുകൾ. പിന്നെ എന്താ പറയണ്ടേ? നാണമില്ലേ നിനക്കൊന്നും? അച്ഛീ എന്ന് പറഞ്ഞോണ്ട് നിൽക്കും. എന്തോന്നും മനുഷ്യന്മാരതൊക്കെ എല്ലാം എവിടെ നിന്നൊക്കെ കേട്ടിയെടുത്ത്. ഇതിനെ ആര് പിടിച്ച് ചർച്ചയിൽ പിടിച്ചിരുത്തിയത്? നാണോ മാനോ ഉളുപ്പില്ലാത്ത സ്വന്തം തന്തേവരെ മമ്മൂട്ടിയുടെ മറ്റേ തുണ്ടുപടമായിട്ട് കമ്പയർ ചെയ്ത ടീമുകളാണ്. എനിക്കൊന്നും പറയാനില്ല. കൂടുതൽ ഞാൻ പറഞ്ഞാൽ ഓടിപ്പോ. എന്തായാലും വേറൊരു പയ്യെ കറക്റ്റ് കാര്യങ്ങൾ അവൻ പറയുന്നുണ്ട്. അവൻ പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് കഴമ്പ് തോന്നി. നിങ്ങളൊന്ന് കണ്ടുപോകും. ഇപ്പൊ നമ്മള് ഇവിടെ ദീപകിന് സംഭവിച്ച ഒരു കാര്യത്തിന് ഇനി ഒരാൾക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള പരിഹാരമാണ് ഇവിടെ വേണ്ടത്. ഇവിടെ നമ്മൾ പരസ്പരം ഒരു ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഷിംജിത തെറ്റുകാരനാണെന്നോ അല്ലെങ്കിൽ ഷിംജിത തെറ്റുകാരനാണെന്നോ നമ്മളിവിടെ സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം അത് കോടതിക്ക് വിട്ടുകൊടുക്കാന്നുള്ളതേ നമുക്ക് ഓപ്ഷനുള്ളൂ. ഇവിടെ പലർക്കും പലരും അഭിപ്രായങ്ങളുണ്ടാവും. ആ കമന്റ് ബോക്സിൽ വന്ന അഭിപ്രായങ്ങളെ പോലെ നമ്മളിവിടെ കടന്നത് പരസ്പരം തർക്കിക്കും. ഇവിടെ വേണ്ടത് പരിപൂർണമായിട്ടുള്ളൊരു സുരക്ഷയാണ്. നമ്മളെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന ഉണ്ട് എന്ന് നേരത്തെ ഇവിടെ നിന്ന് പറഞ്ഞിരുന്നു. അതായത് അവരുടെ ചിത്രങ്ങൾ പുറത്തു വിടില്ല. അങ്ങനെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു പരിഗണന ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുരുഷനും അതുപോലെ തന്നെ ഒരു പരിഗണന വേണം. കാരണം നമ്മുടെ ഇപ്പം ദീപക് അവൻ്റെ ചിത്രം വീഡിയോസ് പുറത്തു വിട്ടപ്പോൾ ഇനി ആരൊക്കെ കണ്ടിട്ടില്ല എന്ന് മനസ്സിലാവില്ല. ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ ഇറങ്ങി ചെന്നാൽ ഇവരൊക്കെ വീഡിയോ കണ്ടവനാണോ അല്ലാന്ന് അറിയില്ല. സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീ എൻ്റെ പേരിൽ ഇപ്പോൾ ഒരു പേര് കൊടുത്താൽ നാളെയല്ല ഇന്ന് തന്നെ എൻ്റെ ചിത്രങ്ങൾ മുഴുവനും പരക്കുകയാണ്. അങ്ങനെ പാടില്ല. ഇവിടെ സ്ത്രീക്ക് ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ, ആരോപിതമായിട്ടുള്ള ഒരുപാട് കേസുകൾ തെളിഞ്ഞിട്ടുണ്ട്. ഒരു പുരുഷനെതിരെ ആരോപിതമായ ഒരുപാട് കേസുകൾ തെളിഞ്ഞിട്ടുണ്ട്. വെറും ആരോപണമാണെന്ന് തെളിവിന് അടിസ്ഥാനമല്ലാത്ത ഒരുപാട് കേസുകൾ വെച്ചിട്ടുണ്ട്. അതിനടിസ്ഥാനമാക്കിയിട്ടെങ്കിലും പുരുഷന് പരിപൂർണ രീതിയിലുള്ള പ്രൈവസി കൊടുക്കണം. ഞങ്ങളുടെ ചിത്രങ്ങളും സ്ത്രീകളുടെ ചിത്രങ്ങൾ എത്രമാത്രം ഒരു പ്രൈവസി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക്. കേട്ടല്ലോ, ഈ പയ്യൻ പറഞ്ഞ കറക്റ്റ് കാര്യമല്ലേ? ഇവിടെ ഒരു സ്ത്രീയുടെ പേരാണ് ഒരു കേസിൽ വരുന്നതെങ്കിൽ അവള് അതിജീവിത, ഈര, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പേരൊക്കെ കൊടുത്ത് മാറ്റി നിർത്തും. അവളുടെ ഫേസ് കാണിക്കത്തില്ല, അവൾ ആരാണെന്ന് അറിയത്തില്ല. അവളുടെ എന്തെങ്കിലും അറിയുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവനെതിരെ കേസ്. ആ ഒരു സെറ്റപ്പിലാണ് പോകുന്നത്. പക്ഷെ ഇവിടെ പുരുഷന്മാരുടെ ജീവനും ജീവിതത്തിനും ഒരു വിലയില്ല. ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ നേരെ അവന്റെ സകലമാന ചരിത്രവും പുറത്ത്, അവന്റെ വീട്ടുകാരുടെ, നാട്ടുകാരുടെ, കൂട്ടുകാരുടെ, ബന്ധുക്കളുള്ളത്, അവനെ എവിടെയെങ്കിലും കണ്ടിട്ടുള്ളത്, ഈ സകലമാന ആൾക്കാരുടെ ഇന്റർവ്യൂ, അവന്റെ വീട്ടിൽ ഇടിച്ചു കയറുന്ന പരിപാടി. കാരണം പുരുഷന്റെ നാണത്തിനും മാനത്തിനും ഇവിടെ ഒരു വിലയില്ലാത്ത രീതിയിലാണ് ഓരോ കാര്യങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പുരുഷന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനും ഒരു വട്ടിക്കുഞ്ഞുമില്ല. ഇത് വല്ലാത്തൊരു അവസ്ഥയാണ്. നമ്മൾ പുരുഷന്മാർ മലിഞ്ഞിടക്കല്ല. അതുകൊണ്ട് ഈ പയ്യൻ പറഞ്ഞ കറക്റ്റാണ്. ഈ പെണ്ണുങ്ങളുടെ ഫേസ് ബ്ലർ ചെയ്യുന്നുണ്ട്, അവരുടെ ഐഡന്റിറ്റി പുറത്ത് വിടുന്നില്ലെങ്കിൽ അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ഇനി വേണമെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. കുറ്റക്കാരാണെന്ന് നിയമപരമായിട്ട് കോടതിയിൽ നിന്ന് വിധി വരുന്നത് വരെ അവരുടെ ഐഡന്റിറ്റിയും പുറത്തു വിടാൻ പാടില്ല. അങ്ങനത്തെ ഒരു നിയമം വരണം. അല്ലാണ്ട് പുരുഷന്മാർ മലിഞ്ഞു കിടക്കല്ല. എന്തോന്നില്ല, ചോദിക്കാനും പറയാനില്ല. നമ്മളെന്താ തെരുവെട്ടികളാ? നമുക്ക് ചോദിക്കാനും പറയാൻ ആരും ഇല്ലാതിരിക്കുക. അതിവിടെ നടക്കുന്ന പരിപാടിയല്ല. അതുകൊണ്ട് ഈ പയ്യൻ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ആ ഒരു പ്രിവിലേജ് ഉണ്ടെങ്കിൽ അതേ പ്രിവിലേജ് നമുക്കും വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കണം, അതിന് വേണ്ടിയിട്ട് പോരാടണം. നാളെ ഏതെങ്കിലും ഒരു പെണ്ണ് എന്റെ പേരിൽ കൊണ്ട് ഒരു കേസ് കൊടുത്തെന്ന് വെച്ചോ, ഫേക്ക് കേസ് കൊടുക്കുകയാണ്, ഞാൻ അവളെ പണ്ണി എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുകയാണെന്ന് വെച്ചു കഴിഞ്ഞു, അടുത്ത ദിവസം ആ ന്യൂസ് പുറത്തു വരുമ്പോൾ എന്റെ ഫോട്ടോ സഹിതം വരും. ഞാൻ വിളിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ, ഞാൻ ചരിഞ്ഞിരിക്കുന്നത്, ഞാൻ തൂറാൻ പോയപ്പോൾ ഉള്ള ഫോട്ടോ, ഇതെല്ലാം വരും.
ഇതെല്ലാം വരും. പക്ഷെ ഒരു ആരോപണം മാത്രമാണ് വന്നത്, ഒരു പരാതി മാത്രമാണ് വന്നത്. ഞാൻ ആ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കത്തില്ല. അതിനു മുന്നേ എന്റെ തൂർന്ന ഫോട്ടോ അടക്കം വരും. അതാണ് ഇവിടുത്തെ രീതി. ആ രീതി മാറണം. ആ രീതി മാറിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒട്ടുമിക്ക അപരാധി മക്കളും വന്നിട്ട് ഇമാതിരി തന്തയില്ലാത്ത പരിപാടി കാണിക്കുന്നങ്ങ് നിർത്തും. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി അങ്ങനത്തെ നിയമങ്ങൾ ഇവിടെ വരണം. അല്ലാതെ സ്ത്രീകൾക്ക് മാത്രം ഒരു നിയമം, പുരുഷന്മാർക്ക് വേറെ നിയമം, അത് വേണ്ട. ആ തന്തയില്ലാത്ത നിയമം ഇവിടെ നിന്ന് മാറ്റുന്നതായിരിക്കും വളരെ നല്ലൊരു കാര്യം. ഇനി നമ്മുടെ ഒരു കണ്ണാടി ചേച്ചിയും രാഹുൽ ഈശ്വരനും തമ്മിലുള്ള ഒരു ഫൈറ്റ് ചെയ്യാനൊന്ന് കൊടുക്കാം. ഒരാൾ അടുത്ത് വന്ന് നിന്ന് അവന്റെ കൈ അനങ്ങിയാൽ നമുക്കറിയാം. കൊടുത്ത് അയ്യോ അറക്കല്. ഏറ്റവും വലിയ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടി വ്യാജ പരാതിയിൽ കുടുങ്ങിയ ആളാണ്. നിവിൻ പോളി എന്ന വ്യക്തി കൊച്ചിയിൽ നിൽക്കുമ്പോ ദുബായ് വെച്ച് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ആ പെൺകുട്ടിയോട് പോലീസ് പെൺകുട്ടി എന്ത് പറഞ്ഞറിയോ? ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ്. ആ പെൺകുട്ടി പറഞ്ഞാണ് ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ്. 11 പേർക്കെതിരെ കള്ളപ്പരാതി എന്നിട്ടാണ് സാറ് പറഞ്ഞ ബാലേന്ദ്ര മേനോൻ സാർ കോടതിയിൽ പോയി. കുഞ്ഞിക്കാൻ പറഞ്ഞു ആണിനും അഭിമാനമുണ്ട്. ചില സാഹചര്യങ്ങളിൽ രാഹുൽ ഈശ്വരന്റെ ഫാനായിപ്പോയി അങ്ങനത്തെ മറുപടികളൊക്കെ കൊടുക്കാറുണ്ട്. ഈ ഫേക്ക് ഫെമിനിസ്റ്റുകളെ ഈ നാട്ടിൽ നിന്ന് ഒഴിവാക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇവര് ഈ അപരാധം കാണിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വരും. അതാണ് ഇവരുടെ മെയിൻ ഒരു ജോലി എന്ന് തന്നെ. എന്താണ് ഇതിൽ നിന്നുള്ള ബെനിഫിറ്റ് എന്ന് എനിക്കറിയാൻ പാടില്ല. എങ്ങനെ വരും? കുറെ അപരാധികളെ സപ്പോർട്ട് ചെയ്യും, തിരിച്ചു പോകും. ഈ നിവിൻ പോളിയുടെ കേസ് രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ ഈ കേസിലൊക്കെ അന്ന് നിവിൻ പോളിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അവിടെ എവിടെയാണ് ശരി? അത് ആണിന്റെ ഭാഗത്താണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട്, പെണ്ണിന്റെ ഭാഗത്താണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട്. അല്ലാതെ ഫെമിനിറ്റിയും ഫെമിനനും ഒക്കെ ആയിട്ട് നമുക്കൊരു തേങ്ങയും ഇവിടെ ഉണ്ടാക്കാനില്ല. സത്യത്തിനൊപ്പം ന്യായത്തിനൊപ്പം നീതിക്കൊപ്പം നിൽക്കും. അല്ലാണ്ട് തന്തയ്ക്ക് ഉറക്കാത്ത പരിപാടികൾ കാണിക്കില്ല. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.